നിങ്ങൾ ഓഫീസിലേക്ക് ID കാർഡ് ഇട്ട് പോകുന്ന എംപ്ലോയീസ് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് ID കാർഡ് ഇട്ട് പോകുന്ന ആൾക്കാരാണോ, ആൻഡ് അത് മറക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇംഗ്ലീഷിൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സോ വൈഷ്ണവ് ഇന്ന് എടുക്കാൻ മറന്നു. അപ്പൊ ചോദിക്കുകയാണ്, ID കാർഡ് ഇല്ലാതെ അകത്ത് കയറാൻ പറ്റുമോ? ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? I forgot to take my ID. Can I enter into office? Can I enter without my ID card? Okay, I forgot to bring it today. Okay, അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര ഫോർമൽ സെന്റൻസിലാക്കണമെന്നുണ്ടെങ്കിൽ as I forgot to bring my ID, is it possible for me to enter the office premises without an ID card as I forgot to get my ID? ഇത് കുറച്ച് വലുതായിപ്പോയി, പക്ഷെ എന്നാലും കുറച്ച് പ്രൊഫഷണലി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, അടുത്തത്, ഇനി ചില സമയത്ത് നമുക്ക് ID കാർഡ് ടാപ്പ് ചെയ്താൽ ചിലപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റുണ്ടാവുള്ളൂ. ചില ഓഫീസിലൊക്കെ അങ്ങനെയാണ്. ഒക്കെ കണ്ടിട്ടുണ്ടാവും, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. യെസ്, അപ്പം ആ ID കാർഡ് ഇല്ലാണ്ട് ഇപ്പം നമുക്ക് ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടെമ്പററി ആയിട്ടുള്ള എന്തെങ്കിലും വേണ്ടി വരും. സോ താൽക്കാലികമായിട്ടുള്ള പാസ് എന്തെങ്കിലും ലഭിക്കുമോ എന്നെങ്ങനെ ചോദിക്കാം? Can I get temporary pass? Can I get a temporary pass? A temporary pass എന്ന് ചോദിക്കണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, അപ്പം സെക്യൂരിറ്റി വിടുന്നുണ്ടാവില്ല ഉള്ളിലേക്ക്. അപ്പം നമുക്ക് ചോദിക്കണം, ഞാൻ എൻ്റെ ടീം ലീഡറിനെ ഒന്ന് വിളിച്ചോട്ടെ എന്നാ പിന്നെ ആള് ശരിയാക്കുമല്ലോ. ഷാൽ ഐ കോൾ മൈ ടീം ലീഡർ? കുറച്ചും കൂടി പൊലൈറ്റ് ആക്കണമെങ്കിൽ ഷാൽ യൂസ് ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് സിസ്റ്റത്തിൽ പരിശോധിക്കാമോ? ഇനി നമ്മൾ അവിടുത്തെ വലിയ മൾട്ടിനാഷണൽ കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെക്യൂരിറ്റിക്ക് നിങ്ങളെ അറിയുന്നുണ്ടാവില്ല, അത്രയധികം സ്റ്റാഫ് എന്നും കയറി പോകുന്നുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ അവിടുത്തെ സ്റ്റാഫിനെ ആണോ എന്ന് നമുക്കൊരു തെളിവ് വേണമല്ലോ. അപ്പോൾ അതൊന്ന് പരിശോധിക്കാമോ? സിസ്റ്റം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ചെക്ക് ചെയ്യാവോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? Can you check in system? Can you check my name in the system? Okay. ഓക്കെ, ഇനി അടുത്തത്, എൻ്റെ ID കാർഡിൻ്റെ ഫോട്ടോ ഫോണിൽ കാണിച്ചാൽ മതിയോ? ഇത് മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന കാര്യമായിരിക്കും. ബിക്കോസ് ID കാർഡ് കയ്യിലുണ്ടാവില്ല, അല്ലെങ്കിൽ ലൈസൻസ് കയ്യിൽ കാണില്ല. അപ്പം നമുക്ക് ഫോട്ടോയിൽ കാണിച്ചു തന്നാൽ മതിയോ എന്ന് എങ്ങനെയാണ് ചോദിക്കാം? Can I show you my ID card picture on my phone? Can I show a photo of my ID card on my phone? അതും പറ്റും. അല്ലെങ്കിൽ is that enough എന്നും ചോദിക്കാം. ഓക്കെ, is it enough if I show a photo of my ID card on my phone എന്നും ചോദിക്കാം. അത് മതിയോ എന്നുള്ളതിൽ. സെക്യൂരിറ്റി ഡെസ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ? ഞാൻ അത് ചെയ്യണോ? Do I have to register on security desk? ഓൺ ആണ്, രജിസ്റ്റർ അറ്റ് ദി സെക്യൂരിറ്റി ഡെസ്ക്. ഓക്കെ, ഓക്കെ. ID ഇല്ലാതെ ഓഫീസിൽ എല്ലാ ഏരിയകളിലും പ്രവേശനം ലഭിക്കുമോ? Can I enter in? Will I have access to office areas without my ID? Yes. Okay. ഇനി നമുക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, അല്ല, 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അറ്റൻഡൻസ് എങ്ങനെ നമുക്ക് ഈ ID കാർഡ് ഇല്ലാണ്ട് എങ്ങനെ മാർക്ക് ചെയ്യാം? How can I enter mark my attendance without my ID? Yes. അടുത്തത്, ID കാർഡ് നഷ്ടപ്പെടുവാണെങ്കിൽ പുതിയത് എടുക്കാനായിട്ട് എങ്ങനെ അപേക്ഷിക്കാം? ഇതെങ്ങനെ ചോദിക്കാം? അത് നീ പറയണ്ട, അത് നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യും. ഇവിടെ ആലോചിച്ചിരിക്കുകയാണ്. ബട്ട് എനിവേ നിങ്ങളത് ട്രൈ ചെയ്യും കേട്ടോ, കോമെന്റ് ചെയ്യും. ഇതേപോലെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫീസ് പ്രൊഫഷണൽ സെറ്റപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സെന്റൻസ് ഉണ്ട്, അതിന് ഇംഗ്ലീഷ് അറിയണമെന്നുണ്ടെങ്കിൽ കോമെന്റ് ഡൗൺ ബിലോ. ഓക്കെ, ആൻഡ് നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമന്റിൽ കോഴ്സ് കമന്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.